എന്താ ഉറങ്ങിയില്ലേ? ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങിയാ പോയതെങ്കിലും അവിടെ ചെന്നപ്പം മുതല് ഇങ്ങോട്ട് തിരിച്ചു പോരണം തോന്നി. അവിടെ ഒന്ന് രണ്ട് ചെങ്ങായിമാരും ഞാനും കൂടെ ചെറിയ കച്ചവടത്തിലൊക്കെ ആയിരുന്നു. മടുത്തു. നീ ഒറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ഒന്നും വേണ്ടാന്ന് തോന്നി. നിനക്ക് സുഖല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഉദ്ദേശം എന്ന്? ഇനിയുള്ള കാലം കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഇവിടം കഴിയുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പിണങ്ങുന്നത് ലോകസാധാരണമാണ്. ചട്ടിയും കലമൊക്കെ ആകുമ്പോ തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും. നീ ഒന്ന് മിന്നിങ്ങിട്ടുണ്ട്. നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ആള് പടി കിടന്നതറിഞ്ഞപ്പോ അത് ഞാനാന്ന് കരുതിയില്ലല്ലേ? മോടെ രഹസ്യക്കാരന്റെ ചെരുപ്പ് സൂക്ഷിച്ച് പുറത്ത് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായെന്ന് ഞാൻ അറിഞ്ഞു. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇറങ്ങിപ്പോനാ പറഞ്ഞത്. ഈ പടി ചവിട്ടി പോകരുത്. എടോ കുപ്പുവച്ച, ആരുടെ പിൻബലത്തിലാണ് താനീ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ആയിക്കോട്ടെ. അല്ല, കുമാരൻ ആല കൊടുക്കാൻ കാലവും നേരവും നോക്കിയിരിക്കുകയാണെന്ന് അറിഞ്ഞു. എങ്കിൽ കേട്ടോ, ആല കൈമാറുന്ന കുമാരനായിരിക്കില്ല. അഥവാ കുമാരൻ അത് ഏറ്റെടുത്ത ഓൻ ജീവനോടെ ഉണ്ടാവില്ല. താനെന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? ഇറങ്ങിപ്പോവാൻ പോവാണ്. പക്ഷേ താൻ എന്നെ എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വിളിച്ചോണ്ടൊന്ന് ഇവിടെ പൊറപ്പിക്കും. ചക്രപാണിയാ പറയുന്നത്. എന്നാടി പண்றது? திருப்பி கொடு, நல்லா வேவட்டும். ഇത്ര സുഖമായില്ലടാ. ഇത് സാധനം വേറെയാ. മതി. ചക്രമണിട്ടാ പരമു. അല്ല, ഇത് ആര് പരമുവോ? കുറെ നാളായല്ല കണ്ടിട്ട്. ജീവിതമൊക്കെ സുഖമല്ലേ പരമു? സുഖം. സാക്ഷിയും തെളിവില്ലാഞ്ഞാൽ ആളൊരുത്തനെ കുത്തിക്കൊല്ലുന്നതിന് 6 വർഷം ശിക്ഷ. അത് സുഖം. 4 ആള് കാണുമെങ്കിൽ ശിക്ഷ 12 വർഷം. അത് പരമസുഖം. കെട്ടിയോളും പിള്ളേരും ഇല്ലാത്തവന് വീരണം വിഷ്ണുലോകം. ജയിലെങ്കി ജയിൽ. അതെ, അത് തന്നെ. അവകാശം പറഞ്ഞിനി നീ ജഗതയുടെ മുമ്പിൽ ചെന്നു എന്നറിഞ്ഞാൽ അരിഞ്ഞുകളെ ഞാൻ. എന്താ പരമുത്? പഞ്ചലോഹം, ആല, പവിത്ര കണ്ണാടി, കുപ്പുവച്ചൻ. ആവേശത്തിനിടയ്ക്ക് ഞാൻ കെട്ടിയ ഒരു ചരട് കിടക്കുന്ന കണ്ടില്ലേ ഓടകഴുത്തില്? കെട്ടുതാലി കോർത്ത ഒരു മഞ്ഞ ചരട്. ആ നാറിയ ചരട് പൊട്ടിച്ചെറിയാൻ ജഗതയോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. എങ്കി ഒന്ന് പറഞ്ഞു നോക്ക്. ഒരിക്കൽ ഓൾ എന്നോട് ഇത് പറഞ്ഞതാ. എന്നിട്ട് എന്തായി? 3 മാസം ഗർഭം ഉണ്ടായിരുന്ന ഓളെ ഞാൻ പ്രസവിപ്പിച്ചില്ല. നിർത്തടാ. ചുട്ടുപഴുത്ത മൂശയിലെ വാർ പച്ചിലൊഴിക്കുമ്പോ ഒഴിക്കണ ദിശയും മൂച്ചും ഒരുപോലെ വേണം. കൂട്ടത്തിലൊരുത്തൻ കാലുവാരിയ തച്ചു കൊല്ലും. അത് മൂശാരിന്റെ പ്രമാണം. ഇവിടെ നീ ആ കുടുംബങ്ങളുടെ ജീവിതം ഇട്ടാ കളിച്ചത്. മറക്കണ്ട. ആര് മറന്നു? ഒരു വട്ടം കൂടി എല്ലാരെയും എല്ലാം ഓർമ്മിപ്പിച്ചിട്ട് ചക്രപാണി മടങ്ങും. അങ്ങനെ ഒരു മടക്കത്തിന് നീ ഉണ്ടാവില്ല. ഇക്കണ്ട മുഴുവൻ ആളിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അന്ന് നീ രക്ഷപ്പെട്ടു. കളഞ്ഞുപോയി എന്ന് കരുതിയതൊക്കെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച് പുതിയൊരു ജീവിതത്തിന് ഒരുങ്ങുവാൻ ഞാൻ. ചക്രപാണി, എന്നോട് കളിച്ചാവുണ്ടല്ലോ, നിന്റെ നെഞ്ചിലൊരു കരിക്ക് വെട്ടി വെച്ചിട്ട് ഞാൻ മടങ്ങും. 6 വർഷം അന്തി ഉറങ്ങിയ ജയിലിലേക്ക് ആയുഷ്കാലം. കുമാരാ, ഈ ജാതി കൊണ്ട് മൂശാരിയല്ലേ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ലേ? അതെ. നിങ്ങളുടെ ജാതിയില് ഒരുത്തൻ ഒരുത്തിയുടെ കൈത്തി താലി കെട്ടിയാല് മരണം വരെ ഓനോളോട് പൊറുക്കണമെന്നല്ലേ? അതെ. ആണേ. അപ്പോ ഞാൻ താലി കെട്ടി ഇറക്കിയ പെണ്ണ് ജഗത പരമോനോടെ പൊറുക്കുന്ന എന്ത് ന്യായത്തിലാ? ജഗത അത്തരക്കാരിയല്ല. അവളെ കുറിച്ച് അങ്ങനെ പറയണ്ട. പിന്നെ പരമു ആണെങ്കിൽ
നീ എന്നുപോലെ പരമൂന്റെ ആളായത്. ആ ആയിക്കോ. പക്ഷേ എനിക്ക് അവകാശപ്പെട്ട മുതല് എന്റെ കെട്ടിയോളെ എനിക്ക് വേണം. അത് നീ എനിക്ക് വാങ്ങിച്ചു തരണം. ചക്രപാണി, നീ എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കൂടപ്പുറപ്പുകളെ ദ്രോഹിച്ചു. എന്നിട്ടും ആല എനിക്ക് അർഹതപ്പെട്ടതാണ്. വേണമെന്ന് പറഞ്ഞ കഴിവേത് മോനെ, ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊല്ലും ഞാൻ. വേണ്ട, എനിക്ക് ആലയും വേണ്ട, കൂട്ടും വേണ്ട. പക്ഷേ എനിക്കെന്റെ ജഗതേ വേണം. അത് നീ ഏക്കണം. പണ്ട് പാവം തോന്നി നിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു കൈപ്പഴ ഞാൻ ഒതുക്കി വെച്ചു. പെങ്ങളെ കൊന്നവന്റെ നെഞ്ചത്ത് കയറ്റാൻ പരമ ഒരു കത്തിയും പണിയിച്ച് നടക്കുന്ന കാര്യം നീ മറക്കണ്ട. എനിക്കറിയാം നീ അത് ചെയ്യും, ചെയ്തിരിക്കും, ചെയ്തേ പറ്റൂ. എന്നെ കൊല്ലുന്നേ. എന്താ കുമാരേട്ടാ, എന്താ പറ്റിയേ? എന്താ നിലവിളിച്ചേ? എന്താ എന്താ മോനെ? സ്വപ്നം കണ്ടതാ. കാവിലെ വഴിപാട് മുടക്കരുതെന്ന് പറഞ്ഞ ആര് കേൾക്കാൻ? അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കൂ. ഒന്നാണ് മാറ്. നീ അങ്ങനെ നീരിക്കേ. ഈശ്വര, അമ്മേ, മഹാമായേ, കാത്തുരക്ഷിക്കണേ. നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുക കേട്ടോ. ആ, മക്കൾ ഉറങ്ങിക്കോളൂ. വെള്ളം വല്ലതും വേണോ? വേണ്ട. എന്നാ കിടന്നോളൂ.